പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീമാൻ നരേന്ദ്രമോദി ഈ 2024 നടക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ വെല്ലുവിളിയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ആ വെല്ലുവിളി മോദി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം മോദി ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വെല്ലുവിളി ആയിരുന്നിരിക്കാം. അത് സ്വാഭാവികവുമാണ്. ആ വെല്ലുവിളി ഇപ്പോൾ മോദി നേരിടുന്നുമുണ്ട്. ആ വെല്ലുവിളി നേരിടുന്നുകൊണ്ടാണ് ഇപ്പോൾ 400+ എന്നൊന്നും ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. ആ വിശദാംശങ്ങളിലേക്കൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ പോകുന്നതായിരിക്കും. എന്തായാലും നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 3ാം തവണ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനത്ത് നിന്നായിരിക്കും എന്നുകൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ലോക്സഭയിൽ 80 സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശാണ് 3ാം തവണ അധികാരത്തിൽ കയറാൻ പോകുന്ന മോദിയെയും ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്നാണ് മോദി കരുതിയിരുന്നത്. നമുക്കറിയാം, 2014 തെരഞ്ഞെടുപ്പിൽ 72 സീറ്റുകൾ ലഭിച്ചു ഉത്തർപ്രദേശിൽ നിന്ന്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 80-ൽ 72 മാറി. അവിടെ ഇത്തവണയും സീറ്റുകൾ വർദ്ധിപ്പിക്കാം എന്നാണ് മോദി കരുതുന്നത്. അപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും തന്നെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഉത്തർപ്രദേശിൽ നിന്ന് അവിചാരിതമായി മോദി നേരിടാൻ പോകുന്ന ആ ഭീഷണി എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് ഇനി കടക്കാം. ആ ഭീഷണി എന്ന് പറയുന്നത് BJPയിൽ നിന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ഭീഷണി എന്ന് പറയുന്നത് BJPയുടെ 2 തവണ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ നേതാവിൽ നിന്നാണ് എന്നുകൂടി തിരിച്ചറിയുമ്പോഴാണ് ആ ഭീഷണിയുടെ വലിപ്പം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ നേതാവ് 2 തവണയായി UPയിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഉയർന്നു വരുന്നത് തൻ്റെ സിംഹാസനത്തിനൊരു വെല്ലുവിളിയാകുമോ എന്നുള്ള ഭീഷണി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മോദിക്കുണ്ട്. കാരണം BJPയിൽ നിന്ന് മോദിക്കിപ്പോൾ വേറൊരു ഭീഷണിയുമില്ല. BJPക്കകത്തൊരു നേതാവും നരേന്ദ്രമോദിയെ ഒന്ന് ഇരുത്തി നോക്കുക പോലും ചെയ്യാനുള്ള ധൈര്യമുള്ളവരില്ല. തലമുതിർന്ന മോദിയേക്കാൾ തലമുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള LK അദ്വാനി, മുരളി മനോഹർ ജോഷി പോലുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പോൾ പരിപൂർണമായും നിശബ്ദരാണ്. ഇപ്പോൾ മോദിയോടൊപ്പം BJPയിലുള്ള നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് പോലുള്ള നേതാക്കന്മാരും ഒക്കെ തന്നെ പൂർണ്ണമായും നിശബ്ദരാണ്. BJPക്കകത്ത് മോദിക്ക് 1% പോലും വെല്ലുവിളിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ വളരെ നേരത്തെ തന്നെ തനിക്ക് ഒരു വെല്ലുവിളിയായി യോഗി ആദിത്യനാഥ് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മോദി മനസ്സിലാക്കിയിരുന്നു എന്ന് വ്യക്തം. അതിൻ്റെ സൂചന എന്താ? അതിൻ്റെ കൃത്യമായ സൂചന എന്ന് പറയുന്നത് 2ാമത് തവണ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആയതിനെ തുടർന്ന് യോഗി ആദിത്യനാഥിന് അവിടെ സ്വൈരമായി ഭരിക്കാനുള്ള അവസരം മോദി നൽകിയിരുന്നില്ല എന്നതുകൊണ്ടാണ്. അതായത് തുടക്കം മുതൽ തന്നെ 2 ഉപമുഖ്യമന്ത്രിമാർ നിയമിക്കപ്പെട്ടു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ഇടവും വലവും 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചത് തന്നെ യോഗി ആദിത്യനാഥിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ആരോപണം ശക്തമാണ്. യോഗി ആദിത്യനാഥും അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരും അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള വാദവും നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, അവിടുത്തെ DGPയെ, അവിടുത്തെ ക്രമസമാധാന നില നിയന്ത്രിക്കുന്ന DGPയെ നിയമിക്കാൻ, തനിക്ക് അനുകൂലമായുള്ള ഒരു DGPയെ നിയമിക്കാൻ യോഗി ആദിത്യനാഥിന് വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ അവസാനമായി കേൾക്കുന്ന അവിടെ എന്തോ 4-5 ആക്ടിംഗ് DGPമാരുണ്ട് എന്നാണ്. അപ്പോൾ ആ DGPമാരൊക്കെ തന്നെ അപ്പോൾ ആ പോസ്റ്റിലും തനിക്ക് അനുകൂലമായിട്ടുള്ള താൻ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ യോഗി ആദിത്യനാഥിന് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ നിയമനം, ഉദ്യോഗസ്ഥന്മാരെ മൊത്തം നിയന്ത്രിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ നിയമനത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ യോഗി ആദിത്യനാഥ് നേരിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഒരു സമാന്തര ഭരണം ഉത്തർപ്രദേശിൽ നടക്കുന്നുവെന്നും അത് ഡൽഹിയിൽ നിന്നുകൊണ്ട് മോഡി അമിത്ഷാ ദ്വയങ്ങൾ നിയന്ത്രിക്കുന്നതാണ് എന്നുമുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രശ്നം? അദ്ദേഹം വളർന്നു വന്നാൽ അത് തടയുന്നത് ഇപ്പോൾ രണ്ടാം സ്ഥാനക്കാരനായിട്ടുള്ള അമിത്ഷായുടെ സ്ഥാനമാണ് എന്നുള്ളതും പ്രശ്നമാണ്. യോഗി ആദിത്യനാഥ് വളർന്നു വരുന്നത് നരേന്ദ്രമോദിക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അമിത്ഷയ്ക്കും പ്രശ്നമാണ് യോഗി ആദിത്യനാഥ് വളർന്നു വന്നാൽ. അപ്പോൾ അവിടെ DGPയെ നിയമിക്കുന്നതിൽ പ്രശ്നം, അവിടെ ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നതിൽ പ്രശ്നം, തനിക്കൊപ്പം 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്ന് മാത്രമല്ല, തനിക്ക് അനുകൂലമായി നിൽക്കുന്ന മന്ത്രിമാരെ കൊണ്ട് രാജിവെപ്പിക്കുകയും തനിക്കെതിരായി നിൽക്കുന്ന ആളുകളെ മന്ത്രിമാരാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള യോഗി ആദിത്യനാഥിൻ്റെ വളർച്ച മോദിക്ക് വലിയ തോതിൽ ഒരു ഭീഷണിയാവാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു ഭീഷണിയും കൂടി മോദി ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നേരിടുന്നുണ്ട്. മോദിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രചാരണ പ്രവർത്തനം, മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു, മോദിയാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മോദിയിലേക്ക് ഈ പ്രചരണം കേന്ദ്രീകരിക്കുന്നത് BJPയെ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചു പോകുന്ന RSSലും അതൃപ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. LK അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കുമൊക്കെയുള്ള അതൃപ്തി കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകളും ഇപ്പോൾ ഉത്തർപ്രദേശിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിൽ, അതായത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഏതാണ്ട് ഒരു 7-8% കണ്ട് കുറഞ്ഞത് ഈ മോദിക്കെതിരായിട്ടുള്ള അതൃപ്തിയുടെ പ്രതിഫലനമാണ് എന്ന് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന പലരും ഇതിനകം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മോദിക്ക് ഭീഷണി പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല, മോദിക്ക് ഭീഷണി BJPക്ക് അകത്തുനിന്നുമുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. അത് അവിചാരിതമായിട്ടുള്ളൊരു ഭാഗത്തു നിന്നാണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടി വരും. അതോടൊപ്പം മോദിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ ഭീഷണി എന്നുകൂടി വരുമ്പോൾ അത് മോഡിയുടെ മൂന്നാം തവണ അധികാരത്തിൽ വരിക എന്നുള്ള സ്വപ്നത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി നമ്മൾ വിലയിരുത്തേണ്ടി വരും.